നമസ്കാരം ശ്രീ ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇന്ന് മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഒപ്പം തന്നെ യു.പിയിലും ഉപതെരഞ്ഞെടുപ്പ് ഫലം അതിനെക്കുറിച്ചൊക്കെയുള്ള വിലയിരുത്തലുകൾ ഒരുപക്ഷെ നടത്തേണ്ടതായിട്ടുണ്ട്, ഒരുപക്ഷെ എന്നല്ല നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ ശ്രദ്ധിച്ചത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഫലം, യു.പിയിലെ ഉപതെരഞ്ഞെടുപ്പും ഫലമൊക്കെ വലിയ രീതിയിൽ മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിട്ടാണ് കാണുന്നത് അല്ലെ മഹായുതി സഖ്യത്തിന് ലഭിച്ചത്. ഈ മഹാരാഷ്ട്രയിലും യു.പിയിലും ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വന്ന തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ.ഡി.എ സഖ്യം അല്ലെങ്കിൽ ബി.ജെ.പി അവിടെ കൃത്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും അതിന് അവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഒരു പക്ഷേ കേരളത്തിലെ ബി.ജെ.പി ഘടകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ, കാരണം ഈ ഒരു ടൈം കിട്ടിയത് രണ്ടും ഒരുപോലെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയം ഈ സംസ്ഥാനങ്ങളിലെ ഒരുപോലെ തന്നെയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ പ്രവർത്തിക്കാൻ കിട്ടിയത്. അത് കേരളത്തിലെ നേതാക്കൾ ഇനിയെങ്കിലും കണ്ടു പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. മാത്രമല്ല ഝാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പും ഫലവും താങ്കൾ എങ്ങനെയാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഈ സ്ത്രീകൾക്കും കർഷകർക്കും ഒക്കെ ഏക്നാഥ് ഷിൻഡെ നന്ദി പറയുകയുണ്ടായി. കാരണം എനിക്ക് തോന്നുന്നു അവര് കർഷകരുടെ അങ്ങനെയുള്ള സമരവും അതൊന്നും വിലപ്പോയില്ല എന്നാണ് തോന്നുന്നത് അല്ലെ. അപ്പോ അവർക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്തു. അപ്പോ അതിനെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്? ലക്ഷ്മി ചോദിച്ച ചോദ്യം ശരിയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വലിയ വാർണിംഗ് ഉണ്ടായിട്ട് ആ വാർണിങ്ങിനെ എങ്ങനെയാണ് ഈ രണ്ട് സ്റ്റേറ്റുകളിലുള്ള BJP ഘടകങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്, ഉൾക്കൊണ്ടത്, എന്ത് കറക്റ്റീവ് മെഷേഴ്സാണ് അവരവിടെ എടുത്തത് എന്നുള്ളത് ചിന്തിക്കുന്നത് കൗതുകകരമായിരിക്കും. കാരണം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് മഹാരാഷ്ട്ര. കാരണം സൈസിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും അവിടെ BJPയുടെ ഘടകകക്ഷികളാണെങ്കിലും ആ ഘടകകക്ഷികളുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു ഭൂമിയാണ് മഹാരാഷ്ട്ര. തന്നെയുമല്ല അതിന് പൊളിറ്റിക്കലി കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ധനകാര്യ കേന്ദ്രം അല്ലെങ്കിൽ ധനകാര്യ തലസ്ഥാനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൂടി മഹാരാഷ്ട്ര, ബോംബെ ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അതല്ലാതെ ഭരണപരമായിട്ടാണെങ്കിലും കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്റ്റേറ്റാണ്, കുറച്ചുകൂടി ബൃഹത്തായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് കേരളവുമായി വലിയൊരു അന്തരമുണ്ട്. കാരണം അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ താരതമ്യേന എളുപ്പമാണ് കാര്യങ്ങൾ. അവിടെ നമ്മൾ 288 സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ 288 സീറ്റുകളിലും സ്റ്റേറ്റിൻ്റെ മെഷീനറി ചെല്ലണം, പ്രവർത്തകരെ ചലിപ്പിക്കണം, ഈ സംവിധാനങ്ങളെല്ലാം ഓടിക്കണം. അതിന് ഇവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന പരിമിതമായ സമയമാണ് കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് BJPക്ക് കിട്ടിയത്. ചേലക്കരയിൽ ഇവർ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല, വയനാട്ടിലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്നത് പാലക്കാടാണ്. പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ്. നമ്മൾ BJPയുടെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ നഗരസഭാ മേഖലയിലൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 6000 എന്ന് പറയുന്നതിനെ ഒരു 500-ൽ പരം മാത്രമുള്ള ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ 500-ൽ താഴെ ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് മാറിയപ്പോൾ അതിനെ ഒരു മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കാനായിട്ട് ഇവിടെയുള്ള നേതൃത്വം തയ്യാറായില്ല. മറിച്ച് നമ്മൾ ഈ മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ആപ്റ്റായിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമാണ്. 288 സീറ്റുകളാകെയുള്ള ഒരു സ്ഥലത്ത് 220-ൽ പരം സീറ്റുകളിലേക്കൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അചിന്ത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള ഒരു സംവിധാനം സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇവിടെ പലപ്പോഴും സ്ഥാനാർത്ഥികളെ പറ്റി എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു മെഷീനറിയിൽ ഒരു കുഴപ്പമുണ്ട് എന്ന് ആരെങ്കിലും പറയുന്ന സമയത്ത് ആ പറയുന്ന ആൾക്കാരെ കോൺഗ്രസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും ശ്രമിക്കുന്നത്. കൗതുകകരമായിട്ടൊരു കാര്യം പറയാം. ഇന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്, തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്നാണ് ശ്രീ സുരേന്ദ്രൻ പറയുന്നത്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. BJP അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതവിടെ പറയുന്ന സമയത്ത്, ഇത് തിരുത്തപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ചിരിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റേതായതുകൊണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളിങ്ങനെ ഈ കോൺഗ്രസിനെ ഒബ്സസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ മൂത്ത കോൺഗ്രസ് ആക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിലെ PG സുരേഷ് കുമാറിനെ കോൺഗ്രസിൻ്റെ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നയാളെന്ന രീതിയിലത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മറിച്ച് അവിടെ അങ്ങനെയല്ല. അവിടെ കനത്ത രീതിയിലത്തേക്കുള്ള ഒരു വിമർശനമാണ് എല്ലാ ഭാഗത്തു നിന്നുണ്ടായത്.
കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അത് പോകും. മഹാരാഷ്ട്രയാണ് സ്റ്റേറ്റ്, അവിടെ ദേവേന്ദ്ര ഫഡ്നവിസിനെ പോലെയുള്ള ആൾക്കാരുണ്ട്, ഒപ്പം അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഷിൻഡെയാണ്. അപ്പോൾ ഏകനാഥ് ഷിൻഡേക്കാണോ ഈ നമ്മൾ ഈ പറയുന്ന ശിവസേനയിൽ കൂടുതൽ ശക്തിയുള്ളത്, മറുവിഭാഗത്തിനാണോ? ആ മറുവിഭാഗത്തിനോട് ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സിമ്പതി ഉണ്ടോ? ആ സിമ്പതിക്ക് മറികടക്കുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂത്തിനെയും സ്ത്രീകളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് പദ്ധതികളായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കുമോ? അതേപോലെ തന്നെ പവാർ ത്രട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ, NCPയുമായി ബന്ധപ്പെട്ട പവാർ ത്രട്ട്, അതിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ വിമർശനങ്ങളിലെ ശരിയായ പോയിന്റുകളെ ഉൾക്കൊള്ളാനായിട്ട് അവർ ശ്രമിച്ചു. അതിൻ്റെ പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ഇപ്പോൾ UPയിൽ എന്തുകൊണ്ടാണ് പിഴച്ചു പോയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPയുടെ പ്രകടനം എന്ന് പറയുന്നത് മോശമാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് BJPക്കാർ പോലും അല്ലെങ്കിൽ RSSകാർ പോലും പറയുന്നത് സ്റ്റേറ്റിൽ നിന്നുണ്ടായിരുന്ന റെക്കമെൻഡേഷൻസിനെ സെൻറ്റർ അപ്രൂവ് ചെയ്തില്ല എന്നുള്ളതാണ്. ആരൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥികളാകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിനെ സെൻറ്റർ അപ്രൂവ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. മറിച്ച് ഇവിടെ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുകയും അവരോട് ചേർന്ന് നിന്ന് കേന്ദ്രം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവർ പൊതുധാരണയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി പ്രചരണ രംഗത്ത് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഷിൻഡെ തന്നെയാണ് അവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ആൾക്കാർക്കുണ്ടാകുന്നു. അപ്പോൾ ഭരണം നിൽക്കുന്ന ഒരു ശിവസേന ആണ് ശരിയായ ശിവസേന എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് ശിവസേന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു റൈറ്റ് വിങ് ഐഡിയോളജി പിന്തുടരുന്ന ഒരു പാർട്ടിയാണ്. BJPയേക്കാൾ അല്പം കൂടി വലുതാണ് അവർ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആശയങ്ങൾ പറയുന്ന മറ്റൊരു പാർട്ടി നയിക്കുന്ന മുന്നണിയിലേക്ക്, നിങ്ങളതിനെ മഹാവികാസ് അഘാടി എന്നോ ഇന്ത്യ മുന്നണി എന്നോ എന്ത് പേര് വിളിച്ചു കഴിഞ്ഞാലും ആശയപരമായിട്ട് അവർക്ക് അവിടെ നിലനിൽപ്പില്ല. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ കർപ്പൂരി ഠാക്കൂറിന്, ബീഹാറിൽ നിന്നുള്ള അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്ന സമയത്ത് പോലും ഈ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അത് VD സവർക്കറിന് കൊടുക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആ കോർ ഐഡിയോളജിയെ ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടും, എന്നാൽ ശരിയായ ശിവസേന റൈറ്റ് വിങ് ആണ്, ആ റൈറ്റ് വിങ്ങിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ള ചിന്ത കാരണം BJP ആണ് അവർക്ക് ചേരുന്ന കമ്പാനിയൻ എന്ന് തോന്നുകയും ചെയ്താൽ ഈ ഷിൻഡെ വിഭാഗത്തിനോട് ആൾക്കാർക്കൊരു താല്പര്യമുണ്ടാകും. അതിനെ എങ്ങനെ വോട്ടാക്കി മാറ്റാം, ശരത് പവാറിനോടുള്ള വിമുഖതയെ എങ്ങനെ വർദ്ധിപ്പിക്കാം, വോട്ടാക്കി മാറ്റാം എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ശരത് പവാറിൻ്റെ ഗ്രാൻഡ് സൺ യുഗേന്ദ്ര പവാർ, അദ്ദേഹം വരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ്. 1,00,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലത്തേക്ക് ഈ ത്രട്ടുകളെല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചു. അപ്പോൾ കിട്ടുന്ന സമയം പരിമിതമാണ്. പക്ഷേ കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളും ജയസാധ്യതയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പുമായിരുന്നുവെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ് ഫുൾ ഉണ്ടായിരുന്നു, സഖ്യത്തെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ത്രട്ട് ന്യൂട്രലൈസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ ഒരു സംസ്ഥാനവും കൂടിയാണ്. അതിൽ നിന്നുള്ള പാഠങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് ലക്ഷ്മി. പക്ഷേ അവിടെയും പ്രശ്നം ഇത് ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ പരാജയത്തിന് പല വിധത്തിലുള്ള എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞുകൊണ്ട് അത് ജില്ലാ നേതൃത്വത്തിൻ്റെ മാത്രം വീഴ്ചയാണ് എന്ന രീതിയിലും, അല്ലെങ്കിൽ അത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയിരുന്നത്, ഞങ്ങളുടെ വോട്ടെല്ലാം ഇപ്പോഴും പെട്ടിയിൽ വീണു എന്ന് പറയുന്നതും, മറ്റ് സന്ദീപ് വാര്യർ ഇഫക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിനയൽ മോഡിലേക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് BJPക്ക് ഇവിടെ നന്നാവണമെന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഇവരുടെ പാർട്ടി വളരുന്നതിന് വേണ്ടിയിട്ടും പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചിന്തിക്കുന്ന നേതൃത്വം ഉണ്ടാവുക എന്നും കൃത്യമായ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. അത് ഉണ്ടാവാത്തിടത്തോളം കാലം നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ താരതമ്യം നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഗുണമായിട്ടത് ഭവിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജാർഖണ്ഡ് ഫലം കൂടി ഒന്ന് വിലയിരുത്താമെന്ന് തോന്നുന്നു. ജാർഖണ്ഡിൽ BJPക്ക് പ്രതികൂലമായിരുന്ന നിരവധി ഘടകങ്ങളുണ്ട്. നമ്മൾ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അവർ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. അവർ പ്രധാനമായിട്ടും BJP ആയിട്ട് തന്നെ അവിടെ മത്സരിക്കുന്നു. അപ്പുറത്തുള്ള ആൾക്കാർ JMMലുള്ള ആൾക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരവിടെ നേരിടുന്ന ത്രട്ട് എന്ന് പറയുന്നത് പല ടൈപ്പാണ്. പൊളിറ്റിക്കൽ ത്രട്ട് എന്ന് പറയുന്നത് പല ടൈപ്പാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ആദിവാസി വിഭാഗങ്ങൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ തന്നെ കാര്യമായ രീതിയിലത്തേക്കുള്ള സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് അവർക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണങ്ങൾ, അവർക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്കുള്ള ബെനിഫിഷ്യറി സ്കീമുകൾ, ഇതൊക്കെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കണമെങ്കിൽ അവർക്ക് ഭരണം ആവശ്യമാണ്.
അപ്പോൾ ബാക്കിയെല്ലാം വാഗ്ദാനങ്ങളിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭരണമില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് കേന്ദ്രത്തിൻ്റെ മാത്രം പോളിസികളെ പോലും നടപ്പാക്കണമെങ്കിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം കൂടി ഉണ്ടാകണം. പക്ഷേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ലാൻഡ് സ്കാം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും പ്രതിയാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവസാനം അദ്ദേഹം രാജിവെച്ചു പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു തുടങ്ങിയ രീതിയിലത്തേക്കുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഡ്രാമ അവിടെ നടന്ന ഒരു സംസ്ഥാനമാണ്. ആ നടന്നിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു പക്ഷേ ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയോട് ഈ രീതിയിലത്തേക്കുള്ള നിലപാടുകൾ, ഞാനതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല പോകുന്നത്, മറിച്ച് രാഷ്ട്രീയമായി ഇങ്ങനത്തെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് BJPക്കോ കേന്ദ്ര ഏജൻസികൾക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊരു വലിയ മടുപ്പ്, വെറുപ്പ്, അവേർഷനൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതല്ല ഫലമുണ്ടാകേണ്ടത്. BJP ഇപ്പോൾ താരതമ്യേന കഴിഞ്ഞ തവണത്തേതിൽ വലിയ തട്ടുകേടില്ലാതെ കഴിഞ്ഞ തവണ ഉള്ളതുപോലെയൊക്കെ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ താഴെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആക്ഷൻസ് ഒക്കെ എവിടെയൊക്കെയോ ജസ്റ്റിഫൈഡ് ആണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ JMM, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഏത് മേഖലകളിലാണ് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്കും ഒരു കൃത്യമായ ക്യൂ കിട്ടിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് തട്ടുകേട് കിട്ടിയ സ്ഥലത്തെല്ലാം തന്നെ അവർ നല്ല രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു ഐക്യം അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു BJP വിരുദ്ധതയുണ്ടായി. അതുകൊണ്ട് BJPക്ക് അതിനെ ഫലത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഈ പ്രഡിക്ഷൻസ് തെറ്റിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ BJP ജയിക്കും, മഹാരാഷ്ട്രയിൽ NDA ജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇത്ര വലിയൊരു വിജയം എന്നത് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടതല്ല, ജനറലി പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടതല്ല. അപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറത്തേക്കുള്ള ഒരു ജയമുണ്ടായി. പിന്നെ ജാർഖണ്ഡിൽ ഇവർ ജയിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ തോന്നൽ ഉണ്ടായത് അസ്ഥാനത്താണ്. അവർക്ക് വലിയ തട്ടുകേടുണ്ടായില്ല എന്നതിനപ്പുറത്തേക്ക് അത് ജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് നിശ്ചയമായിട്ടും മറുപക്ഷത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. കാരണം പൊളിറ്റിക്കൽ സെറ്റ്ബാക്ക് അവിടെ കിട്ടി, വലിയൊരു പൊളിറ്റിക്കൽ സെറ്റ്ബാക്ക് കിട്ടി. ആ സെറ്റ്ബാക്ക് കിട്ടിയതിന് ശേഷവും അവർക്ക് അതേ ആൾക്കാരെ തന്നെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചു എന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ കേന്ദ്ര ഭരണമില്ലാത്തപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൻ്റെ ഈ നമ്മളീ പറഞ്ഞ ട്രൈബൽ ഔട്ട്റീച്ച് പോലെയുള്ള പല പരിപാടികളും ഫലപ്രദമായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റൈവൽറി പോലും വിഘാതമായിട്ടുണ്ടാകാം. ഇപ്പോൾ നമ്മൾ പണ്ട് ഒഡീഷയിലൊക്കെ തന്നെ ബിജു ജനതാദൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പോലും കേന്ദ്ര പദ്ധതികളെ നടപ്പാക്കുന്നതിന് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. BJP പ്രതിപക്ഷത്താണ് എങ്കിൽ പോലും നടപ്പാക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. കാരണം ഈ ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ബിജു ജനതാദളും BJPയും തമ്മിലുള്ള ഇക്വേഷൻസിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റിന് ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടപ്പാക്കും. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി ഇതേ പരിപാടി തന്നെ ചെയ്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ച് അകത്തിടുന്ന പരിപാടിയായി. അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ വളരെ ഈ റൈവൽറിയെ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. അതവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് അവർ തന്നെയാണ്. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഗുണവും അവിടെ BJPക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി അവരെങ്ങനെയാണോ പെരുമാറിയത്, സമാനമായ കാര്യം ജാർഖണ്ഡിൽ ചെയ്തിരിക്കുന്നത് JMMഉം കോൺഗ്രസുമാണ് എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അതാണ് ഇൻ വൺ ലൈൻ നമുക്ക് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെ ആ രീതിയിലത്തേക്ക് സമ്മപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. Yes, thank you.